ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റീജിയണൽ ഓർഗനൈസേഷനാണ്. നമുക്കറിയാം എന്താണ് റീജിയണൽ ഓർഗനൈസേഷൻ. ആ ടേം തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു റീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണെന്ത് റീജിയണൽ ഓർഗനൈസേഷൻ. അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്. പൊളിറ്റിക്കൽ, എക്കണോമിക്, സെക്യൂരിറ്റി, കൾച്ചറൽ, അങ്ങനെ തുടങ്ങിയ ഒരു രാജ്യത്തിൻ്റെ ആവശ്യമായിട്ടുള്ള എല്ലാ രൂപത്തിലുള്ള ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് രൂപീകരിക്കപ്പെട്ട പ്രാദേശിക സംഘടനയാണെന്ത് റീജിയണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. എന്തുകൊണ്ടത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അതിലൊരുപാട് രാജ്യങ്ങളുണ്ട്. അതിൽ ഇൻ്റർ സ്റ്റേറ്റ്സ് ഓർഗനൈസേഷനാണ്. ഇപ്പോൾ ഇന്ത്യ ഉണ്ടാവും, പാകിസ്ഥാൻ ഉണ്ടാവും, ചൈന ഉണ്ടാവും. അങ്ങനെ ആ റീജിയനിലുള്ള രാജ്യങ്ങൾ കൂടി ചേർന്നിട്ട് അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട സംവിധാനമാണെന്ത് റീജിയണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ബേസ്ഡ് അപ്പോൺ ലൊക്കേഷൻ ഇൻ എ ഗിവൺ ജോഗ്രഫിക്കൽ ഏരിയാസ്. അതായത് ഒരു അസോസിയേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജോഗ്രഫിക്കൽ ഏരിയയാണ്, അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് ജോഗ്രഫിയിൽ ഉള്ള കുറേ രാജ്യങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോമാണെന്ത് റീജിയണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നേരത്തെ പറഞ്ഞു അവിടെ ചർച്ചകളുണ്ടാവും, അവിടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാവും, പ്രത്യേകിച്ച് എക്കണോമിക് ആയിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ഈ ഓർഗനൈസേഷനിലുള്ള മെമ്പർമാർ തമ്മിൽ ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് ഓഫ് ദി സെയിം ഓർഗനൈസേഷൻ. അതിനകത്ത് ചില ഓർഗനൈസേഷനിൽ ഒബ്സർവർ സ്റ്റാറ്റസ് സ്റ്റേറ്റ്സുകളുണ്ട്. അതായത് ചില രാജ്യങ്ങൾ ചില ഓർഗനൈസേഷനിൽ മെമ്പറല്ല, അവരുടെ സ്റ്റാറ്റസ് ഒബ്സർവർ ആയിരിക്കും. അങ്ങനെ ഉള്ള മെമ്പർമാരും ഒബ്സർവർ സ്റ്റാറ്റസ് ആയിട്ടുള്ള മെമ്പർമാരും കൂടിയ ഓർഗനൈസേഷനാണ് റീജിയണൽ ഓർഗനൈസേഷൻ. അതിൻ്റെ ലക്ഷ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ. ഇപ്പോൾ പ്രധാനമായിട്ടും എക്കണോമിക് ലക്ഷ്യങ്ങളായിരുന്നു അതിൻ്റെ ഒരു പ്രധാന അതിൻ്റെ ഒരു ഫോർമേഷൻ്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് സെക്യൂരിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് വേൾഡ് ട്രേഡ് 9/11 ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ലോകക്രമത്തിൽ വന്നൊരു മാറ്റമുണ്ട്. ഇൻസെക്യൂരിറ്റി ആണല്ലേ, ലോകത്ത് സുരക്ഷിതത്വമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതും കൂടി ഈ റീജിയണൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കൈകാര്യം ചെയ്യുന്നുണ്ട്. അതൊരു in the 21st century, regions have emerged as a driving force in world politics, such as in Europe, Africa, Asia, Middle East and America. ഓക്കെ, നമുക്കറിയാം ലോകത്ത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആഫ്രിക്കൻ റീജിയൻ, യൂറോപ്പ് അല്ലേ, അതേമാതിരി ഏഷ്യയിൽ തന്നെ സൗത്ത് ഏഷ്യ, ഈസ്റ്റ് ഏഷ്യ, ഫാർ ഈസ്റ്റ് ഏഷ്യ അല്ലേ. അങ്ങനെ യൂറോപ്പിൽ തന്നെ ഈസ്റ്റേൺ യൂറോപ്പ്, വെസ്റ്റേൺ യൂറോപ്പ്, മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ ഗൾഫ് കൺട്രീസ് അല്ലേ, അറബ് കൺട്രീസ്, മിഡിൽ ഈസ്റ്റ്, അമേരിക്കയിലാണെങ്കിൽ നോർത്ത് അമേരിക്ക, അങ്ങനെയുള്ള ഓരോ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്, വെനീസുല, ബ്രസീൽ, അങ്ങനെയുള്ള ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്. ഇങ്ങനെയൊക്കെയാണ് ലോകത്തെ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു പൊളിറ്റിക്കൽ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ അവരുടെ റീജിയനിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓർഗനൈസേഷനാണ് റീജിയണൽ ഓർഗനൈസേഷൻ. അതൊരു ഗ്ലോബൽ ലാൻഡ്സ്കേപ്പാണ് ഈ റീജിയണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് റീജിയണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് രാജ്യങ്ങൾ, ആ സ്പെസിഫിക് റീജിയനിലുള്ള രാജ്യങ്ങൾ കൂടി ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഓർഗനൈസേഷനാണ്. അത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയാൻ കാരണം അത് ഒരുപാട് രാജ്യങ്ങൾ കൂടി ചേർന്നുണ്ടായതാണ്. ചിലതിൽ ഒരുപാട് മെമ്പർമാരുണ്ട്, ചിലത് കുറച്ച് മെമ്പർമാരുണ്ട്. ഓക്കെ, അതിൻ്റെയൊക്കെ ലക്ഷ്യങ്ങളെന്ന് വെച്ചാൽ ഓരോ രാജ്യത്തിൻ്റെയും കോപ്പറേഷനാണ്. പൊളിറ്റിക്കൽ കോപ്പറേഷൻ, എക്കണോമിക് കോപ്പറേഷൻ, സെക്യൂരിറ്റി കോപ്പറേഷൻ അല്ലേ. അതുപോലെ ഒരു ഓൾ റൗണ്ട് ഡെവലപ്മെൻ്റ് ആണ്. ഷെയറിങ് ഓഫ് റിസോഴ്സസ് ആണ്. അപ്പം അങ്ങനത്തെ ഓരോ സംഭവങ്ങളുണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള. അതിന് വേണ്ടിയിട്ടാണ് ഈ റീജിയണൽ ഓർഗനൈസേഷൻ. അപ്പം ഒരുപക്ഷെ നിങ്ങളോട് ചോദിക്കാം, വാട്ട് ഈസ് റീജിയണൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് എഴുതേണ്ടത്. അത് പറഞ്ഞതിന് ശേഷം അതിൻ്റെ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എഴുതുക കേട്ടോ.
state enter into a regional cooperation framework in order to enhance regional cooperation and reduce tension. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. അതായത് ഈ ഒരു റീജിയണൽ ഫ്രെയിംവർക്കിൽ അല്ലെങ്കിൽ ഈ റീജിയണൽ ഓർഗനൈസേഷനിൽ സ്റ്റേറ്റുകൾ കോപ്പറേറ്റ് ചെയ്യണം എന്തിനാന്ന് വെച്ചാൽ അവർ റീജിയണൽ ആയിട്ടുള്ള കോപ്പറേഷൻ എൻഹാൻസ് ചെയ്യാനും അതുപോലെ റെഡ്യൂസ് ടെൻഷനാണ്. അതായത് ടെൻഷനുകൾ ഉണ്ടാവും പരസ്പരം, അല്ലേ? അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സാർക്കിൽ രണ്ട് രാജ്യങ്ങളാണ്. പക്ഷെ അവർ ടെൻഷൻ എന്ത് ചെയ്തിട്ടില്ല, അതൊരു പ്രശ്നം തന്നെയാണ്. പക്ഷെ കുറേയൊക്കെ എന്താണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഫ്രിക്ഷൻസ്, പൊളിറ്റിക്കൽ ഇഷ്യൂസ്, എക്കണോമിക് ബാരിയേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിൻ്റെ ഇഷ്യൂസ്, ഇപ്പോൾ ഈ പിന്നെ താരിഫ് കുറച്ചുള്ള എക്സ്പോർട്ട്, അങ്ങനെ ഒരുപാട് ടെൻഷൻസ്, എക്കണോമിക്, പൊളിറ്റിക്കൽ, സെക്യൂരിറ്റി, അല്ലേ? ഒരുപാട് ടെൻഷൻസ് ഉണ്ട് ഈ രാജ്യങ്ങൾ തമ്മിൽ. നമുക്കറിയാം ഇന്ത്യ ചൈന ഇഷ്യൂസ്, ടെൻഷൻസ്, ഇന്ത്യ പാകിസ്ഥാൻ, അല്ലേ? അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു പ്ലാറ്റ്ഫോമാണ്. ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ ടെൻഷൻസ് ബിറ്റ്വീൻ ദ മെമ്പർ സ്റ്റേറ്റ്സ്. ഓക്കെ. എന്നിരുന്നാലും ദി സക്സസ് ഓഫ് റീജിയണൽ ഓർഗനൈസേഷൻ ഈസ് ഡിപ്പെൻഡഡ് അപ്പോൺ ദി വില്ലിങ്നെസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അതായത് വില്ലിങ്നെസ് ആണ്. അത് കോപ്പറേറ്റ് ചെയ്യുക. ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്താൽ മാത്രം പോരാ, അതിനകത്ത് മെമ്പർ ആയാൽ മാത്രം പോരാ. എന്ത് ചെയ്യണം? വില്ലിങ്നെസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് വേണം ഓരോ സ്റ്റേറ്റിനും. അതാണ് പലപ്പോഴും ഈ ഫ്രിക്ഷൻസ് ഉള്ള രാജ്യങ്ങൾ തമ്മിൽ, ഫോർ എക്സാമ്പിൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഫ്രിക്ഷൻസ് കൊണ്ടെന്താണ് സാർക്ക് അത്ര ഒരു ഡെവലപ്ഡ് ആയിട്ടില്ല. കാരണം അതിലെ പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ് എന്ത്, ആ 8 രാജ്യങ്ങളെ പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ് ഈ ഇന്ത്യയും പാകിസ്ഥാനും. അപ്പോൾ അവർ തമ്മിലുള്ള പൊളിറ്റിക്കൽ ടെൻഷൻസ് അതെന്താണ് ഈ ഒരു സാർക്കിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൽ എന്താണ് തടസ്സം നിൽക്കുന്നതായി പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടായാൽ എന്താണ്, റീജിയണൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് സക്സസ്സിന് എന്ത് ചെയ്യും, അത് ബാധിക്കും. ഓക്കെ. അതുപോലെ ഇൻ ദി 1990s റീജിയണൽ ഓർഗനൈസേഷൻ ബിക്കെയിം ഇൻക്രീസിംഗ്ലി വൈഡ് സ്പ്രെഡിങ് മെയിൻലി ഡ്യൂ ടു ദ റൈസിങ് ഗ്ലോബലൈസേഷൻ ആൻഡ് സ്ലോ പ്രോഗ്രസ് ഇൻ ദ WTO നെഗോസിയേഷൻസ് ഒക്കെ. അതായത് ഇത്തരത്തിലുള്ള റീജിയണൽ ഓർഗനൈസേഷൻസിൻ്റെ വൈഡ് സ്പ്രെഡ് ആവാനുള്ള കാരണം, അല്ലെങ്കിൽ അതിൻ്റെ ഇൻക്രീസിന്, അതിൻ്റെ വർധനവിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്ലോബലൈസേഷൻ എന്നുള്ള പ്രോസസ്സാണ്. നമുക്കറിയാം എന്താ ഗ്ലോബലൈസേഷൻ എന്നുള്ളത്. അതായത് ഒരു ലോകം ഒരു കുടക്കീഴിലല്ല. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് അക്രോസ് ദ വേൾഡ്, അല്ല, ഇറസ്പെക്റ്റീവ് ഓഫ് ബോർഡർ. അപ്പം അതൊക്കെ എന്താണ് ഈ ഒരു റീജിയണൽ ഓർഗനൈസേഷൻ ഉണ്ടാവാനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്കത്തിന് കാരണമായി. അതേപോലെ സ്ലോ പ്രോഗ്രസ്, അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ നെഗോസിയേഷൻസും കാര്യങ്ങളൊക്കെ, അല്ലേ? ഇപ്പം ലോകത്ത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അപ്പം അത് അതിന് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം അതൊരു വലിയൊരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ഈ ചെറിയ ചെറിയ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ട്രേഡ് നെഗോസിയേഷനൊക്കെ ഈ വലിയൊരു പ്ലാറ്റ്ഫോമിൽ നടക്കാതെ വരും. അപ്പം അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ, അല്ലേ? ഇപ്പം ഇന്ത്യയും മറ്റുള്ള രാജ്യങ്ങൾ, തൊട്ടടുത്തുള്ള ശ്രീലങ്ക, നേപ്പാള്, മാൽദീവ്സ്, അല്ലെ, ഇവരൊക്കെ തമ്മിലുള്ള എക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ പോയി നെഗോസിയേറ്റ് ചെയ്ത് അവിടെ അത് പാസ്സാക്കിയെടുത്തൊക്കെ വരുമ്പോഴേക്കും എന്താണ്, കാര്യങ്ങൾ വളരെ വൈകും. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അവർ തമ്മിലുള്ള എന്താ പറയുക, ട്രേഡുകളുടെ നെഗോസിയേഷൻസ്, താരിഫ് കുറക്കുക. ഇപ്പോൾ ഇന്ത്യയും മാൽദീവ്സും തമ്മിലുള്ള എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഇതിൻ്റെ ബാരിയേഴ്സ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവിടെ WTO പോയിട്ട് ചർച്ച ചെയ്ത് അത് തീരുമാനിക്കുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് പകരം എന്താണ്, ഇവർ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക, ഇവരൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കുക, അതിനൊരു ഇൻ്റർനാഷണൽ ഒരു മാനം നൽകുക. എന്നിട്ട് എന്ത് ചെയ്യാണ്, അവരെന്ത് ചെയ്യാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ട് എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് എന്ത് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക, താരിഫുകൾ കുറച്ച് കൊണ്ടുവരിക, അല്ലേ, ആ ഒരു പ്ലാറ്റ്ഫോമിൽ. ഓക്കെ. അപ്പം നാഷൻ ക്യാൻ കോപ്പറേറ്റ് എനി ഫീൽഡ്. അതായത് ഈ റീജിയണൽ ഓർഗനൈസേഷൻ പൊളിറ്റിക്കൽ, എക്കണോമിക്, കൾച്ചറൽ, സെക്യൂരിറ്റി, മിലിറ്ററി, മെമ്പർ സ്റ്റേറ്റ്സ് ക്യാൻ കോപ്പറേറ്റ് എനി ഫീൽഡാണ്. ഓക്കെ. ജിയോ പൊളിറ്റിക്കൽ, ജിയോ എക്കണോമിക് ഇൻട്രസ്റ്റ്, ദേ ക്യാൻ കോപ്പറേറ്റ്, ദേ ക്യാൻ വർക്ക് ടുഗദർ, ദേ ക്യാൻ റൺ ടുഗദർ. ഒരു ഇഷ്യൂ ഇല്ല. എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്യുക, അവർക്ക് എന്ത് ചെയ്യുക, കോപ്പറേറ്റ് ചെയ്യാൻ പറ്റും ത്രൂ ദ റീജിയണൽ ഓർഗനൈസേഷൻ. അതുപോലെ
ഈ ചില ഓർഗനൈസേഷനൊക്കെ tend to work alongside well established multilateral organizations such as യുണൈറ്റഡ് നാഷൻസ് ഒക്കെ. ചില ഓർഗനൈസേഷനൊക്കെ എന്താ പറയുക, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനായ യുണൈറ്റഡ് നാഷൻസിൻ്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്യുന്നു, അലോങ് സൈഡായിട്ട് വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതിനൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു സ്മൂത്ത്നെസ് എന്ത് ചെയ്യുന്നു കിട്ടുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സബ്ബായിട്ട് എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ മൾട്ടിനാഷണൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ഒക്കെ സബ്ബായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ വിജയത്തിന് എന്താണ് ഒരു കാരണമായിട്ട് മാറുന്നു. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് എന്ത് റീജിയണൽ ഓർഗനൈസേഷൻ്റെ ഒരു വർക്കിംഗ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് മോട്ടിവേഷൻ ഫോർ റീജിയണൽ ഓർഗനൈസേഷൻ. അപ്പോൾ റീജിയണൽ ഓർഗനൈസേഷൻ്റെ മോട്ടിവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് മോട്ടിവേഷൻ പൊളിറ്റിക്കൽ മോട്ടിവേഷനാണ്. പൊളിറ്റിക്കൽ മോട്ടിവേഷൻ എന്ന് പറയുമ്പം ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻ ഫോം ചെയ്യാൻ എന്താണ് രാഷ്ട്രീയപരമായിട്ടുള്ള രാജ്യങ്ങളുടെ താല്പര്യം എന്താണെന്നുള്ളതാണ്. ഓക്കെ, അതാണ് അത് അങ്ങനെ രാഷ്ട്രീയ മോട്ടിവേഷൻസ് അല്ലേ, പൊളിറ്റിക്കൽ എൻകറേജ്മെൻറ്റ് ടു എസ്റ്റാബ്ലിഷ് ടു ഫോം എ പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന് പവർ ഡൈനാമിക് ആണ്. അതായത് പവർ ഡൈനാമിക് എന്ന് പറയുമ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പവർ ഇഷ്യൂസ് ഉണ്ട് അല്ലേ. ഇപ്പം ഇന്ത്യയെ പോലെയല്ല ചൈനയെ പോലെയല്ല പാകിസ്ഥാൻ. അപ്പോൾ ഇവർക്കിടയിലുള്ള ഒരു പവർ ഡൈനാമിക്കിൻ്റെ ഇഷ്യൂ എന്താ പറയുക, ഇങ്ങനെ പൊന്തിയും താന്നും കളിക്കും അല്ലേ. ഇപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ എന്ത് ചെയ്യാണ് പരിഹരിക്കപ്പെടും. ഇപ്പോൾ ഒരു സംഘടനയിൽ വരുമ്പോൾ ദേ ആർ റെസ്പെക്ട് ടു അതർ കൺട്രി, അല്ലെങ്കിൽ ഒരു പവർ തലയെടുപ്പ് അല്ലെങ്കിൽ ഒരു പവർ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ എന്ത് ചെയ്യാണ് മാറ്റാൻ പറ്റും. കാരണം നമ്മളൊരു ഓർഗനൈസേഷൻ്റെ കീഴിലാണ്, വി ആർ വർക്കിംഗ് ടുഗദർ ഫോർ ദ വെൽഫെയർ ഓഫ് അവർ പീപ്പിൾ അല്ലേ. നോട്ട് ഓൺലി ഇന്ത്യൻ പീപ്പിൾ ബട്ട് ആൾസോ പാകിസ്ഥാൻ പീപ്പിൾ ഓൾസോ ആൻഡ് അതർ സൈഡ് ചൈന ഈസ് ഓൾസോ. ഓക്കെ, അപ്പം അല്ലെങ്കിൽ വി ഫീൽ ഇന്ത്യ ഈസ് മോർ പവർഫുൾ കൺട്രി അല്ലെങ്കിൽ ചൈന ഫീൽ ചെയ്യാണ് വി ആർ ദി മോസ്റ്റ് പവർഫുൾ കൺട്രി ഇൻ ഏഷ്യ എന്നൊക്കെ പറയുമ്പോൾ ഒരു പവർ ഡൈനാമിക്കിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഓർഗനൈസേഷനകത്ത് വരുമ്പോൾ എന്താണ് ആ ഒരു പവർ ഡൈനാമിക് എന്ത് ചെയ്യണം ഈക്വിലിബ്രിയമായി മാറും, അല്ലെങ്കിൽ അതൊരു ഇൻവിസിബിൾ ആയിട്ട് മാറും അല്ലേ. അപ്പോൾ അതാണ് ഒരു പൊളിറ്റിക്കൽ ഒരു മോട്ടിവേഷൻ. അല്ലെങ്കിൽ തീരെ പവറില്ലാത്ത ഒരു രാജ്യം നല്ല പവറുള്ള ഒരു രാജ്യത്തിൻ്റെ ഓർഗനൈസേഷനിൽ വരുമ്പോൾ അവിടെ ആ പവർ ഇനീക്വാലിറ്റി അല്ലെങ്കിൽ എന്ത് ചെയ്യണം അവിടെ ഈക്വലിബ്രിയമായി വരും. അതൊരു ഇൻവിസിബിൾ എലമെൻ്റ് ആയിട്ട് മാറുന്നതാണ് എന്താണ് ഒരു മോട്ടിവേഷൻ. സെക്കൻഡ്, ഐഡൻറ്റിറ്റി ആൻഡ് ഐഡിയോളജി അല്ലേ. ഇപ്പം ചില രാജ്യങ്ങളുടെ ഐഡൻറ്റിറ്റിയും ഐഡിയോളജിയൊക്കെ എന്താണ് ഒരു മോട്ടിവേഷനാണ്. അപ്പം ഫോർ എക്സാമ്പിൾ ഇൻ സാർക്കിൽ ഇന്ത്യ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്, അതിന് സെപ്പറേറ്റ് ഐഡിയോളജി ഉണ്ട്. അപ്പോൾ പാകിസ്ഥാൻ എന്ത് ചെയ്യും, ഇന്ത്യയുടെ ഐഡൻറ്റിറ്റിയും ഐഡിയോളജിയൊക്കെ റെസ്പെക്റ്റ് ചെയ്യും, ചൈന റെസ്പെക്റ്റ് ചെയ്യും. അപ്പം ഐഡിയോളജിക്കലി ഐഡൻറ്റിറ്റി എന്താണ് രാജ്യങ്ങൾക്കുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇന്ത്യ ഇന്ന ഓർഗനൈസേഷനിലാണ്, ആ ഓർഗനൈസേഷനിൽ ഇന്ത്യയുടെ ഐഡൻറ്റിറ്റി ഇതാണ്, ഇന്ത്യയുടെ ഐഡിയോളജിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രൂപം അല്ലെങ്കിൽ ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന ഐഡിയോളജിക്ക് ഒതുങ്ങുന്ന രൂപത്തിലുള്ള ഓർഗനൈസേഷനിലാണ് ഇന്ത്യ ഉള്ളത് എന്നൊക്കെയുള്ള ഒരു ഐഡൻറ്റിറ്റി അല്ലേ. അതായത് വാട്ട് ഈസ് ഇന്ത്യ അല്ലെങ്കിൽ ഹൂ ഈസ് ഇന്ത്യ ഈസ് എ മെമ്പർ ഓഫ് എ സാർക്ക് അല്ലേ. അല്ലെങ്കിൽ ഇന്ത്യ ഈസ് എ മെമ്പർ ഓഫ് UNO, അല്ലെങ്കിൽ അങ്ങനത്തെ ഇന്ത്യ ഈസ് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഐഡൻറ്റിറ്റി വരുന്നു, അല്ലെങ്കിൽ ഒരു ഐഡിയോളജിയൊക്കെ എന്ത് ചെയ്യുന്നു, അതൊക്കെ ഒരു മോട്ടിവേഷനാണ്. അതൊക്കെ ഒരു പൊളിറ്റിക്കൽ മോട്ടിവേഷനാണ്. സെക്കൻഡ് തിങ് ഈസ് ദാറ്റ് തേർഡ് പോയിന്റ് ഈസ് ദാറ്റ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ത്രെറ്റ്. അപ്പോൾ ഒരു പരിധിവരെ രാഷ്ട്രങ്ങൾ മറ്റുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷനിൽ കൂടുന്നത് എന്താ വെച്ചാൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള ത്രെറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു റീജിയനിലുള്ള പ്രശ്നങ്ങൾ, ഭീഷണികൾ, യുദ്ധഭീഷണികൾ, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഭീഷണികൾ, ഇതൊക്കെ ഒരു പരിധി വരെ എന്താണ് ഒരു മോട്ടിവേഷനാണ്. കാരണം ഈ ഓരോ ഓർഗനൈസേഷനകത്ത് കുറേ നിയമങ്ങളുണ്ടാവും. പരസ്പരം ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ, ഈ മെമ്പറായി കഴിഞ്ഞാൽ ഈച്ച് സ്റ്റേറ്റ് ഷുഡ് ഹാവ് ഫോളോ സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നൊക്കെയുള്ള സംഭവം. അപ്പോൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുമ്പം എന്താ പറയുക, കുറേ രാജ്യങ്ങൾ തമ്മിലുള്ള കുറേ ത്രെട്ടുകൾ, ഭീഷണികളൊക്കെ മാറി നിൽക്കും. മനസ്സിലായില്ലേ. ഇപ്പോൾ സാർക്കിൽ മെമ്പറായതുകൊണ്ട്, അല്ലെങ്കിൽ ആസിയാനിൽ മെമ്പറായതുകൊണ്ട്, അല്ലെങ്കിൽ ബിംസ്റ്റെക്കിൽ മെമ്പറായതുകൊണ്ട്, അങ്ങനെ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ മെമ്പറായതുകൊണ്ട്
ഇങ്ങനെയൊക്കെ മെമ്പർ ആവുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒബ്സർവർ മെമ്പർ ആവുമ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ എന്താ വെച്ചാൽ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ എന്ത് ചെയ്യും മാറ്റി നിർത്തപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ രാജ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഓർഗനൈസേഷനകത്ത് മെമ്പർ ആവാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രേരണയുണ്ട്. ഓക്കെ. അതുപോലെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സ്. അപ്പം ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്താ പറയുക, അവർ അധികാരത്തിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷനകത്ത് എന്താണ് പങ്കെടുക്കാനും രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്താണ് ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ദേ ഹാവ് എ സ്പെസിഫിക് എന്തുണ്ട് പ്രോഗ്രാംസ് അല്ലെങ്കിൽ പോളിസീസ് ഒക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ? അതേപോലെ ലീഡർഷിപ്പ്. അപ്പം ഫോർ എക്സാമ്പിൾ നമുക്കറിയാം കുറേ ഈ 1991 എന്ത് ഇന്ത്യയുടെ ഒരു ന്യൂ എക്കണോമിക് പോളിസിയൊക്കെ പുതിയ ലിബറൽ പോളിസിയൊക്കെ എന്താ അഡോപ്റ്റ് ചെയ്യുന്നത് PV നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ സമയത്താണ്. അന്ന് മൻമോഹൻ സിംഗ് ആണ് എന്ത് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ. അപ്പോൾ അങ്ങനെയുള്ള ലീഡർഷിപ്പുകളൊക്കെ എന്താണ് ചില ലീഡർഷിപ്പുകളൊക്കെ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവർ പ്രയത്നിക്കും ഇല്ലേ. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ മോഡി ഒരുപാട് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തു അല്ലെ, ഒരുപാട് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ പലപ്പോഴും ഈ ഇങ്ങനത്തെ ഓർഗനൈസേഷൻ്റെ മീറ്റിങ്ങിൻ്റെ സൈഡ് ലൈൻ ആയിട്ടുള്ള മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും മന്ത്രിമാർ പരസ്പരം കാണുന്നു, അല്ലെങ്കിൽ സെക്രട്ടറിമാർ എന്ത് ചെയ്യുന്നു പരസ്പരം കാണുന്നു. അപ്പോൾ അതൊക്കെ ഒരു മോട്ടിവേഷനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ. ഓക്കെ. എക്കണോമിക് മോട്ടിവേഷൻ, സാമ്പത്തികമായിട്ടുള്ളൊരു പ്രേരണ എന്താണെന്ന് ചോദിച്ചാൽ എക്സ്പാൻഡിങ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു. അപ്പം എക്സ്പാൻഡ് ചെയ്യുക അല്ലേ, ഇംപ്രൂവ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ചില രാജ്യങ്ങൾ ചൈനയ്ക്ക് ഇന്ത്യയിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അതേമാതിരി ഇന്ത്യക്ക് ഉണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ ഇതൊരു ഓപ്പർച്യൂണിറ്റീസാണ്. അതായത് ഈ റീജിയണൽ കൺട്രീസ് ഓപ്പൺഡ് ദെയർ ഡോർ ടു ഇൻവെസ്റ്റ് അതർ കൺട്രീസ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം മറ്റു രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യുക, അവരുടെ വാതിലുകൾ തുറന്നു കൊടുക്കുന്നു ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അങ്ങനെ അതൊക്കെ അപ്പോൾ ഈ റീജിയണിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഓർഗനൈസേഷനിൽ നിന്നത് കൊണ്ട് തന്നെ അവർക്കിതൊരു ഹെൽപ്പാണ് ഇത്തരത്തിലുള്ള എക്കണോമിക് ഇൻവെസ്റ്റ്മെൻറ്റും ട്രേഡും കാര്യങ്ങളൊക്കെ എക്സ്പാൻഡ് ചെയ്യാനും ഉള്ളൊരവസരം എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കൊടുക്കുന്നതുകൊണ്ട് എന്താണ് ഇതൊരു എക്കണോമിക് മോട്ടിവേഷനാണ്. അതുപോലെ റെഡ്യൂസിങ് നെഗറ്റീവ് എഫക്ട്സ് ഓഫ് ബയലാറ്ററൽ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് FTA എന്ന് പറഞ്ഞാൽ അതുമാതിരി ഈ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള നെഗറ്റീവ് എഫക്ട്സ് ഒക്കെ ഉണ്ട് അല്ലേ. ഇപ്പം ഫോർ എക്സാമ്പിൾ ചില രാജ്യങ്ങളുടെ ഇപ്പം എന്താണ് അതായത് നിയന്ത്രണങ്ങളില്ലാത്ത എന്താണ് ഇറക്കുമതിയും കയറ്റുമതിയൊക്കെ എന്താണ് അതൊക്കെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ അതൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും ഈ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ. അതുപോലെ കോപ്പിംഗ് വിത്ത് ദ ഡാർക്ക് സൈഡ് ഓഫ് ഗ്ലോബലൈസേഷൻ. ഇപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ ഡീമെറിറ്റ്സ് ഉണ്ട് അല്ലേ, അതിൻ്റെ ഡീമെറിറ്റ്സ്, അതിൻ്റെ ഇമ്പാക്റ്റുകൾ. അപ്പോൾ അത്തരത്തിലുള്ള ഗ്ലോബലൈസേഷൻ്റെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുമായിട്ട് എന്ത് ചെയ്യുക, പൊരുതാനൊക്കെ എന്താ ചെയ്യാം ഈ ഒരു റീജിയണൽ ഓർഗനൈസേഷന് കഴിയുമെന്നുള്ളതാണ്. പിന്നെ കൗണ്ടറിങ് റീജിയണൽ ഇൻ്റഗ്രേഷൻ ഇൻ അതർ പാർട്സ് ഓഫ് ദി വേൾഡ്. അതായത് ഇപ്പം യൂറോപ്യൻ യൂണിയൻ അല്ലേ, അവരൊരു അതിശക്തമായിട്ടുള്ളൊരു ഒരു റീജിയണൽ ഓർഗനൈസേഷനാണ്. അപ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഏഷ്യൻ കൺട്രീസിലും ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ എന്ത് ചെയ്യുക, രൂപീകരിക്കുക. എന്നിട്ട് ഞങ്ങൾക്കും റീജിയണൽ ഓർഗനൈസേഷൻ, ഫോർ എക്സാമ്പിൾ ഗൾഫ് ഓർഗനൈസേഷൻ GCC അല്ലേ, ഗൾഫ് കൺട്രീസ് കൗൺസിൽ, അതുമാതിരി പിന്നെ അറബ് ലീഗ്, ആഫ്രിക്കയിൽ ആസിയാൻ, സാർക്ക്, ഷാങ്ഹായ് കോപ്പറേഷൻസ്, ഇത്തരത്തിലുള്ള ഓർഗനൈസേഷനൊക്കെ അപ്പം എന്ത് ചെയ്യുക, മറ്റുള്ള ഓർഗനൈസേഷനുകൾ എന്ത് ചെയ്യുന്നു, കൗണ്ടർ ചെയ്യുന്നു അല്ലെ. അവിടെ മാത്രം പോരാ ഇൻ്റഗ്രേഷൻ, നിങ്ങൾക്കിടയിൽ മാത്രമല്ല ഇൻ്റഗ്രേഷൻ, എന്താണ് ഞങ്ങൾക്കും എന്തുണ്ട്, ഞങ്ങളുടേതായിട്ടുള്ള ഓർഗനൈസേഷൻ ഉണ്ട്, ഞങ്ങൾ ഇൻ്റഗ്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റിംഗ് ആവുന്നു എന്നുള്ളൊക്കെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ ഇമ്പോർട്ടൻ്റ് റീജിയണൽ ഓർഗനൈസേഷൻ ആണെന്ത് ഈ അടി പറയുന്നത്. അത് യൂറോപ്പിലാണെങ്കിൽ നെയ്റ്റോ, യൂറോപ്യൻ യൂണിയൻ, CIS, അതുമാതിരി ഏഷ്യയിലാണെങ്കിൽ ആസിയാൻ, സാർക്ക്,
SCO, ഷാങ്ഹായ് കോപ്പറേഷൻ. ആഫ്രിക്കയിലാണെങ്കിൽ ആഫ്രിക്കൻ യൂണിയന്, എക്കോവാസ്. മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ അറബ് ലീഗ്, GCC, ഗൾഫ് കൗൺസിൽ, ഗൾഫ് കൺട്രീസ് കൗൺസിൽ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രദേശങ്ങളിലുള്ള ഓർഗനൈസേഷനാണ്. ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻ്റെ ഒക്കെ ലക്ഷ്യങ്ങൾ ഇതിനകത്തുള്ള മെമ്പർമാരുടെ പല രൂപത്തിലുള്ള വികസനവും സഹകരണവും ഒക്കെയാണ്. സഹകരിച്ച് എന്ത് ചെയ്യുക, മുന്നേറുക, സഹകരിച്ച് എന്ത് ചെയ്യുക, വികസനം നടപ്പിലാക്കുക, സഹകരിച്ച് എതിർപ്പുകൾ ഇല്ലാണ്ടാക്കുക, ത്രെട്ട് ഇല്ലാണ്ടാക്കുക. അങ്ങനെ പരസ്പരം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. അങ്ങനെ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമായിട്ട് മാറുക അല്ലേ. അപ്പോൾ ഒരു ഒരു ഇന്ത്യ ഒരു ഐഡൻറ്റിറ്റി, ഇന്ത്യ ഈസ് എ മെമ്പർ ഓഫ് സാർക്ക് എന്നൊക്കെ പറയുമ്പോൾ, അതുപോലെ പാകിസ്ഥാൻ ഓൾസോ എ മെമ്പർ ഓഫ് ദി സാർക്ക് എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു റീജിയണൽ ഓർഗനൈസേഷൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ പരീക്ഷയ്ക്ക് റീജിയണൽ ഓർഗനൈസേഷൻ എന്നുള്ളൊരു ടൈറ്റിലാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് റീജിയണൽ ഓർഗനൈസേഷൻ, ടു ആസ്ക് സം ക്വസ്റ്റ്യൻസ് ടു ദാറ്റ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന് നേരെ എന്ത് ചെയ്യണം, കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പം വാട്ട് ഈസ് റീജിയണൽ ഓർഗനൈസേഷൻ, വൈ റീജിയണൽ ഓർഗനൈസേഷൻ, വാട്ട് ആർ ദ മേജർ റീജിയണൽ ഓർഗനൈസേഷൻ, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദി റീജിയണൽ ഓർഗനൈസേഷൻ, വാട്ട് ഈസ് ഒബ്ജക്റ്റീവ്സ്, പ്രിൻസിപ്പിൾസ് അല്ലേ. ഇതൊക്കെ അങ്ങോട്ട് ചോദിക്കുമ്പം യു ക്യാൻ റൈറ്റ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് എന്താണ് റീജിയണൽ ഓർഗനൈസേഷനെ കുറിച്ച് എസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ തുടക്കത്തിൽ ഇങ്ങനെ റീജിയണൽ ഓർഗനൈസേഷനെ കുറിച്ച് എന്ത് ചെയ്യുക, കുറച്ച് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അത് എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള, എപ്പോഴാണത് ഏറ്റവും കൂടുതൽ വന്നത്, ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് അതിനെ സ്വാധീനിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ മോട്ടിവേഷൻസ്, പൊളിറ്റിക്കൽ എക്കണോമിക് മോട്ടിവേഷൻസ്, പിന്നെ പ്രധാനപ്പെട്ട റീജിയണൽ ഓർഗനൈസേഷൻ എന്തൊക്കെയാണ് അല്ലേ, ഇതൊക്കെ എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കി എന്ത് ചെയ്യുക, ഒരു മനസ്സിലാക്കി വെക്കുക കേട്ടോ. എഴുതുമ്പോൾ ഇതൊക്കെ എഴുതിയിട്ട് വേണം എന്ത് ചെയ്യുക, എഴുതാൻ. ഓക്കെ.